ഞാനിന്ന് ഒരു പ്രത്യേകതര വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. ഇഷ്ടംപോലെ KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല, ഞാൻ യാത്ര ചെയ്യുന്നതും ഞാൻ കണ്ട കാഴ്ചയിലും എനിക്ക് തോന്നിയ കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് KSRTC ബസ് ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, നോർമൽ ലൈൻ ബസ് ഉണ്ട്, അങ്ങനെ കുറേ 3-4 തരത്തിലുള്ള ബസ്സുണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. അപ്പം ഞാൻ കണ്ടതോളം KSRTC ബസ്സിൽ യാത്രക്കാർ വളരെ കുറവായിരിക്കും. വളരെ കുറവായിരിക്കും. അപ്പോൾ 4 ആളെല്ലാം ഉള്ള ബസ്സിൽ ഞാൻ കയറിയിട്ടാണ് 4 ആളെ ഉണ്ടാവും ബസ്സിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ബസ് KSRTC തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ തോന്നുന്നത്. പക്ഷേ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ KSRTC ബസ് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ എൻ്റെ അച്ഛനുള്ളൊക്കെ കാലത്ത്, ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന കാലത്ത് KSRTC ബസ്സിലാണ് എൻ്റെ അച്ഛൻ യാത്ര ചെയ്യുക. ഭയങ്കര KSRTC ബസ്സിൽ അച്ഛൻ യാത്ര ചെയ്യലുള്ളൂ. അപ്പോൾ നമ്മൾ ദൂര സ്ഥലത്തെല്ലാം മൂകാംബികയിലെല്ലാം പോകുന്ന സമയത്ത് ഈ KSRTC ബസ്സിൽ അന്ന് യാത്ര ചെയ്യല്. പക്ഷേ നല്ല തുറസായിട്ട് നല്ല കാറ്റൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ പണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് സ്പീഡിൽ പോകുന്ന ബസ്, അത് നല്ല ഒതുങ്ങിയിട്ട് ഇരിക്കാൻ പറ്റും, നല്ല ചാർജിക്കാൻ, അങ്ങനെ വിചാരിച്ച് നമ്മൾ കൂടുതൽ ആൾക്കാരും കയറുന്നത് ആ ബസ്സിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നത് KSRTC ബസ്സിലാണ്. അപ്പോൾ എനിക്ക് ആ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പും സാധാരണ നോർമൽ ബസ്സും KSRTC ബസ്സും എല്ലാം യാത്ര ചെയ്യുമ്പം എനിക്ക് ഏറ്റവും കംഫർട്ടായി തോന്നുന്നത് KSRTC ബസ്സാണ്. കാരണം വെച്ചാൽ നല്ല തുറസായ ജനലുകളും സീറ്റുകളും ഗ്യാപ്പും എല്ലാം കൊണ്ട് KSRTC ബസ്സാണ് കുറച്ചുകൂടി നല്ല. പക്ഷേ ആരും KSRTC ബസ് കയറാൻ താല്പര്യപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് കാഴ്ചക്കാരോട് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് KSRTC ബസ് കയറിക്കൂടാ? ചിലപ്പോൾ 50 രൂപയായിട്ട് അധികം ഉള്ളൂ, ചിലപ്പോൾ 2, 3, 5 രൂപ അധികമായാലും നമുക്ക് ആ യാത്രയാണ് സുഖം. കാരണം വെച്ചാൽ മറ്റേ നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പിലെല്ലാം കയറുമ്പോഴല്ല ജനൽ തുറക്കാൻ പറ്റില്ല. ഇത്ര ഗ്യാപ്പിൽ നമുക്ക് കാറ്റ് കിട്ടും. അപ്പോൾ 3 ആൾ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഇങ്ങനെ ഇരുന്ന് കുറച്ചൊരു അരമണിക്കൂറിലെത്തും. ഞാനിവിടെ എൻ്റെ കണ്ണൂർ തലശ്ശേരി പോകുന്ന സമയത്ത് ബസ് കയറി കഴിഞ്ഞാൽ, ലിമിറ്റഡ് സ്റ്റോപ്പ് കയറി കഴിഞ്ഞാൽ അങ്ങെത്തുമ്പോഴേക്കും ചൂടെല്ലാം എടുത്തിട്ട് ആകെ തലവേദന എടുത്തിട്ട്, നേരെ മറിച്ച് KSRTC ബസ്സിലാണ് പോകുന്നെങ്കിൽ നമുക്ക് നല്ല ഒരു ഫ്രഷ്നസ്, ട്രെയിനിൽ പോയ ഒരു ഫീലിംഗ് ഉണ്ടാകുക. കാരണം നല്ല കാറ്റും പൊളിച്ചു, ആളടുത്ത് ഇരുന്നാൽ തന്നെ ആരും അടുത്ത് ഇരിക്കാനുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഒരാളങ്ങാറ്റി ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒരു ഞായറാഴ്ചകൾ തിരക്കിന് മാത്രം ഒരു 3 ആൾ സീറ്റിലിരുണ്ടാവും. എന്നാലും നമുക്ക് തുറച്ച് കാറ്റും പൊളിച്ച് വരുമ്പോൾ നല്ല സുഖമായിരിക്കും, നല്ല ഇതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞത് KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദവും, വലിയ അപകടങ്ങളൊന്നുമില്ല, ഒരുപാട് സ്പീഡില്ല, വേഗം എത്തുകയും ചെയ്യും. കാരണം വെച്ചാൽ ഇത് ആളില്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിർത്തുകയില്ല. ഇപ്പോഴാണ് പിന്നെയും നിർത്തിത്തീരുന്നത്. മുമ്പെയൊക്കെ എന്നല്ലേ KSRTC ഇപ്പോൾ കണ്ണൂർ നിന്ന് കയറിയാൽ നേരെ തലശ്ശേരിയിലേക്കാണ് നിർത്തുക. തലശ്ശേരി നേരെ കണ്ണൂർ മെയിൻ സ്റ്റോപ്പ് ഏതാണ്? ഇവിടെ കണ്ണൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ മേലെ ചൊവ്വ, പിന്നെ തോട്ടട, പിന്നെ തലശ്ശേരി കോടതിൻ്റെ അടുത്ത് നിർത്തും, പിന്നെ സ്റ്റാൻഡിൽ നിർത്തും. ഇതാണ് പതിവ്. പക്ഷേ ഇപ്പോൾ എല്ലാ സ്റ്റോപ്പിലും KSRTC ബസ് സ്റ്റോപ്പുണ്ട്. ഇപ്പം മുന്നേ ഒക്കെ നമ്മൾ KSRTC ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും നിർത്തണം എന്ന് പറഞ്ഞാൽ അവർ നിർത്തിയൊന്നുമില്ല. അവർക്കൊരു സ്റ്റോപ്പുണ്ട്, അവിടെ നിർത്തിയിരുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പറയാച്ചാൽ ഞാൻ ക്യാമ്പിന് പോകുന്ന സമയത്ത് ഞാൻ രാത്രിയിലും ലേറ്റായി വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് പുതിയൊരു എന്നൊരു സ്റ്റോപ്പുണ്ട്. പുതിയൊരുവിൻ്റെ തൊട്ട ബാക്കിൽ ഹൈവേ ഉണ്ട്. ഹൈവേയിൽ ഒരു ബസ്സും നിർത്തൂല, നോർമൽ ബസ്സേ നിർത്തും. പക്ഷേങ്കിൽ അവർ ചോദിക്കും എവിടെ ഇറങ്ങേണ്ടത്. ഞാൻ ചോദിക്കും ഹൈവേയിലാണ് ഇറങ്ങേണ്ടത്, നിർത്തിത്തരുമെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നിർത്തിത്തരുത്തുണ്ട്. രാത്രി വൈകിട്ട് ഒരു 10:45 ഞാൻ വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് നിർത്തി അവിടെ ഹൈവേയിൽ ഒരു KSRTC ഹൈവേയിൽ സ്റ്റോപ്പ് ചെയ്യൂല. പക്ഷേ എനിക്ക് രാത്രി വരുന്ന സമയത്ത് നിർത്തിത്തരും. ഞാൻ നമുക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിൽ അത് നിർത്തിത്തരില്ല, അത് നിർത്തൂല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എനിക്കത് ഒരുപാട് യോജിക്കുന്നുണ്ട്. KSRTC ബസ്സിലാണ് യാത്ര സുഖകരവും നമുക്ക് കംഫർട്ടും അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറേ നാളെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഏത് ബസ്സിൽ കയറിയാലും തിരക്കെല്ലാ ബസ്സിലും ഉണ്ടാകും. ലിമിറ്റഡ് സ്റ്റോപ്പിൽ എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും. പക്ഷേ അതാണ് സ്പീഡിൽ എത്തുന്നതുകൊണ്ടാണ് എല്ലാവരും അതിലേക്ക് കയറുന്നത്. കാരണം നമുക്ക് വേഗം എത്താം. ഇപ്പം ഇവിടുന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് കണ്ണൂരിൽ നിന്ന് കയറിയാൽ മേലെ ചൊവ്വ ചിലപ്പോൾ തലശ്ശേരിയാണ് നിർത്തുക ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് വേഗം എത്താന്ന്. പക്ഷേ വേഗം അങ്ങനെ എത്തൂല. ഈ KSRTC ആണ് വേഗം എത്തുമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ എവിടെയും നിർത്താനില്ല, വേഗം പോവും. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ കയറിയ സമയത്ത് 4 ആൾ ഞാനങ്ങനെ തളിപ്പുറം വരുന്ന സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, അപ്പോൾ മറ്റുള്ള ബസ്സുകൾ നോക്കുമ്പോൾ എല്ലാവരും തിരക്കി കയറിയിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുക, കയ്യും ഒറ്റപ്പുറത്ത് KSRTC ബസ്സുണ്ട്, ആൾ കയറുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച കാര്യം എന്തുകൊണ്ടാണ് അതങ്ങനെ കയറാണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളെ വിലയേറിയ നിർദ്ദേശം ഞാൻ ചോദിക്കുന്നു. നിങ്ങളെ നിർദ്ദേശം അഭിപ്രായവും എന്നോട് പറയാം.
അപ്പം നമ്മൾക്ക് വീട്ടിലെ എല്ലാവർക്കും വണ്ടിയുണ്ട്. ഞാനും വണ്ടി കാറും സ്കൂട്ടറെല്ലാം എടുത്തിട്ട് പോകുന്ന വണ്ടിയിലെല്ലാം പോകുന്ന ആളാണ്. പക്ഷേങ്കിൽ നമുക്ക് ബസ്സിൽ യാത്ര, ഞാനിപ്പോൾ വണ്ടി ഉണ്ടെങ്കിലും കൂടി ചില സമയത്ത് ഞാൻ ന്യൂസ് വായിക്കാൻ വരുന്ന സമയത്തിൽ ബസ്സിൽ വരും. എനിക്കിപ്പോൾ വണ്ടിയോടൊന്നും വലിയ ക്രേസൊന്നുമില്ല. ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യപ്പെടുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടെല്ലാം പറയലുണ്ട് ഞാനിപ്പോൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്തുനിന്ന് ബസ്സുണ്ട്, തൊട്ടടുത്ത് തന്നെ ബസ്സുണ്ട്. ആ ബസ് കയറി ഇങ്ങനെ പോകും. നഷ്ടമാണ് പൈസക്ക്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ആക്റ്റീവ് എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വണ്ടി ജുപ്പിറ്ററാണ്. ആ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വേഗം വരാം, ന്യൂസ് വായിച്ചിട്ട് വേഗം വരാം. പക്ഷേങ്കിൽ ഞാൻ എനിക്ക് വെറുതെ ഇരുന്ന് പലതും പാട്ടൊക്കെ കേട്ട് അത് ചിന്തിച്ചിട്ട് പോകാമല്ലോ എന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ബസ്സിലാണ്. അപ്പോൾ നിങ്ങൾ പോകാനാണ് താല്പര്യപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.